ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളതാണ്. പൈതൺ എന്തുകൊണ്ട് ഇത്രയും പോപ്പുലറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾക്കിടയിൽ ഇത്രയും അക്സെപ്റ്റൻസ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കിട്ടിയെന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിരുന്നു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത്? അതിൻ്റെ യുണീക്കായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു കാരണം. നമ്മൾ ഫീച്ചേഴ്സിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് എന്തുകൊണ്ട് പൈതൺ ഇത്രയും ഒരു വേഴ്സറ്റൈലായിട്ട് എല്ലാ സെക്ടറിലേക്കും പോപ്പുലറായി മാറാൻ മാത്രം എന്താണ് പൈതണിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് 1 by 1 ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫീച്ചേഴ്സിലൊക്കെ പറഞ്ഞ പോയിൻ്റാണ് ഈസി ടു യൂസ് ആൻഡ് ലേൺ. പൈതൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, മാത്രമല്ല ലേണിങ്ങും ഈസി ടു അണ്ടർസ്റ്റാൻഡാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെ സംബന്ധിച്ചൊക്കെ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് പൊതുവെ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജുകളായ സി, ജാവ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും സിമ്പിളാണ് ഈ പൈതൺ. ഈസി ടു അണ്ടർസ്റ്റാൻഡാണ്, ഈസി ടു ലേൺ ആണ്, ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും ഏറ്റവും യൂസ്ഫുള്ളാണ് എന്നുള്ളതൊക്കെയാണ് ഒന്നാമത്തെ കാരണം. പിന്നെ പൈതൺ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജാണ്. ഇപ്പോൾ പ്രോഗ്രാമേഴ്സ് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിലും പൈതണിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഫ്യൂ ലൈൻസ് ഓഫ് കോഡിലൂടെ അവർക്ക് ആ കോൺസെപ്റ്റ് എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും. അങ്ങനെ ഡെവലപ്പേഴ്സിൻ്റെ ടൈം മാക്സിമം സേവ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജാണ്. പൈതണിനകത്ത് കമ്പൈലേഷൻ ടൈം എടുക്കില്ല. നമുക്ക് റാപ്പിഡായിട്ട് തന്നെ കോഡ് ഡെവലപ്പിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് ഇൻ്റർപ്രറ്ററാണ് കമ്പൈലർക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീയൂസബിൾ കോഡ് അതുപോലെ മോഡുലാർ കോഡൊക്കെ ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതൊരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്. പൈതൺ ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്, ഫ്രീ ടു യൂസ് ആണ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ളതും ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻസിബിൾ ആണ്. നമ്മൾ സിയിലോ CPPയിലോ അല്ലെങ്കിൽ ജാവയിലോ അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസിനെ പൈതൺ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും കഴിയും. പിന്നെ ലേൺ സ്റ്റാൻഡേർഡ് ലൈബ്രറി. പൈതണിനകത്ത് വളരെ അധികം ലൈബ്രറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ മൊഡ്യൂൾസിനും ഫങ്ഷൻസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഒരുപാട് മൊഡ്യൂൾസും ഫങ്ഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ പൈതണിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ടാസ്കുകളും ചെയ്യാം. സ്ട്രിംഗ് മാനിപ്പുലേഷൻ, വെബ് പ്രോഗ്രാമിംഗ്, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ടാണ്. പൈതണിനകത്ത് GUI ഫ്രെയിം വർക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിൻറ്റർ ആൻഡ് PyQt അങ്ങനെയുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആണ്. പൈതൺ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലേക്കും ടെക്നോളജികളിലേക്കും ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. അതായത് CPP, ജാവ, .NET അതിലേക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും കേട്ടോ. പിന്നെ എംബെഡബിൾ ആണ്. പൈതൺ കോഡ് മറ്റു ആപ്ലിക്കേഷൻസിലേക്കും ഒക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടൊക്കെ എംബെഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അടുത്തത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അതായത് പൈതൺ ഓട്ടോമാറ്റിക്കലി മെമ്മറി അലോക്കേഷൻ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് കോംപ്ലക്സ് പ്രോഗ്രാംസൊക്കെ പ്രത്യേകിച്ച് അതിന് മെമ്മറി മാനേജ്മെൻ്റ് ഒന്നും ടെൻഷൻ അടിക്കാതെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. കാരണം മെമ്മറി മാനേജ്മെൻറ്റ് അത് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കോഡ് സൈഡ് മാത്രം നോക്കിയാൽ മതി. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിം വർക്ക്സ് ആണ്. പൈതണിനകത്ത് ലൈബ്രറീസിൻ്റെ ഒരു വാസ്റ്റ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം വർക്കിൻ്റെയും അത്രയും കളക്ഷൻസ്
പൈതണിനകത്തുണ്ട്. അതായത് നംപി, പാണ്ടാസ്, ജാങ്കോ, ഫ്ലാസ്ക്, അങ്ങനെ ഒരുപാട് ലൈബ്രറീസും ഫ്രെയിം വർക്ക്സൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് വൈഡ് റേഞ്ചിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ കഴിയും. പിന്നെ വേഴ്സൈറ്റിലിറ്റി. പൈതൺ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് തന്നെയാണ്. കാരണം ഒരുപാട് ഡൊമെയിൻസിനകത്ത് നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. വെബ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, മെഷീൻ ലേണിംഗ് ആവട്ടെ, ഡാറ്റ അനാലിസിസ് ആവട്ടെ, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ആവട്ടെ, അങ്ങനെ എല്ലാ സെക്ടേഴ്സിനകത്തും യൂസ് ചെയ്യുന്ന ഈ പൈതണിനെ നമുക്കൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ലാർജ് കമ്മ്യൂണിറ്റി. പൈതണിന് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഇപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ആക്റ്റീവായിട്ടുണ്ട്. അവർ ഒരുപാട് സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇത്തരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അവർക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാനും കഴിയും. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് പൈതൺ ഹൈലി പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പ്രത്യേകിച്ച് ജോബ് മാർക്കറ്റിലൊക്കെ. അതുകൊണ്ട് തന്നെ പൈതൺ ലേൺ ചെയ്യുന്നതിലൂടെയുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഡാറ്റ സയൻസിലാവട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാവട്ടെ, വെബ് ഡെവലപ്മെൻറ്റിലാവട്ടെ, അങ്ങനെ എക്സെട്ര ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സെക്ടേഴ്സിനകത്ത് അവൈലബിൾ ആക്കി കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ ഡിമാൻഡാണ്. ഓട്ടോമേഷൻ്റെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെയൊക്കെ ഹൈ ഡിമാൻഡ് കൂടി വരുന്നതിനനുസരിച്ച് പൈതൺ ഡെവലപ്പേഴ്സിൻ്റെ നീഡും കൂടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് സ്കിൽഡ് ആയിട്ടുള്ള പൈതൺ ഡെവലപ്പേഴ്സിനെ അവരുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് എന്നുള്ളതും ഈ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. പൈതണിനകത്ത് സിമ്പിളായിട്ടുള്ള സിൻറ്റാക്സും പവർഫുള്ളായിട്ടുള്ള ലൈബ്രറീസും ആയതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും കോഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യാനും ടൈം ഒരുപാട് സേവ് ചെയ്യാനും ഡെവലപ്പേഴ്സിനും ഓർഗനൈസേഷനൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ബിഗ് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. പൈതണിനകത്ത് നമ്മൾ ബിഗ് ഡാറ്റ, മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പൈതൺ ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഡാറ്റ സയൻസിലും മെഷീൻ ലേണിങ്ങിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനകത്ത് ലൈബ്രറീസ് ആയിട്ട് നംപി, പാണ്ടാസ്, സ്കിറ്റ്-ലേൺ, ടെൻസോർഫ്ലോ, അങ്ങനെ ഒരുപാട് ലൈബ്രറീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത്രയും പോപ്പുലറായത്, ഇത്രയും ഡിമാൻഡിങ് ആയത്, ഓക്കെ, ഇത്രയും വൈഡ്ലി യൂസ്ഡ് ആയത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൈതൺ എന്നുള്ളതിൻ്റെ ഉത്തരമാണത്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഈസി ടു യൂസ് ആൻഡ് ലേൺ ആണ് ഫസ്റ്റ് പോയിൻറ്റ്. അതൊരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്, ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്, ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ ആണ്, ലേൺ സ്റ്റാൻഡേർഡ് ലൈബ്രറി, GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ട്, ഇൻ്റഗ്രേറ്റഡ്, എംബെഡബിൾ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, വൈഡ് റേഞ്ച് ഓഫ് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിം വർക്ക്സ്, വേഴ്സറ്റിലിറ്റി, ലാർജ് കമ്മ്യൂണിറ്റി, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഹൈ ഡിമാൻഡ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ബിഗ് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ്. ഇത്രയാണ് വൈ പൈതൺ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.